അങ്ങനെ ഏകോപനം പല രീതിയിൽ നടക്കുകയാണ്. ഷഹീദ് തുടരുന്നുണ്ട്. ഷഹീദ്, നേരത്തെ ഞാൻ ചോദിച്ചു വന്നത്, അവിടെ മഴ വീണ്ടും നിന്ന് കഴിഞ്ഞാൽ ഈ മുണ്ടക്കൈ മേഖലയിൽ മണ്ണിടിച്ചിലുള്ള സാധ്യത കൂടുതലാണ്, മറ്റ് ഉരുൾപൊട്ടൽ സാധ്യതയൊക്കെ ഏറെയാണ്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ആശങ്കകൾ ഏറുന്നുണ്ടോ? തീർച്ചയായും ആ സാഹചര്യം ആശങ്ക ഉണ്ടാക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ആശ്വാസകരമായ ഒരു കാര്യം, വളരെ ശക്തമായ അതിശക്തമായ മഴ, അതായത് ഇന്നലെ രാത്രിയൊക്കെ പെയ്തതുപോലെയുള്ള ശക്തമായ മഴ ഇപ്പോഴും ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ചാറ്റൽ മഴയാണ് ഉള്ളത്. ഇടയ്ക്ക് മഴ ശക്തമാകുന്നുണ്ട്, പക്ഷേ അതൊഴിച്ച് നോക്കിയാൽ തുടർച്ചയായുള്ള ശക്തമായ മഴ ഇല്ല എന്നുള്ളതാണ്. അത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. പക്ഷേ പുഴയുടെ വലിയ കുത്തൊഴുക്ക് ഇപ്പോഴും തുടരുകയാണ്. അതാണ് ഈ പുഴ മറികടന്ന് മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ ഇങ്ങോട്ട് സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിക്കുകയും ഒപ്പം തന്നെ പരിക്കേറ്റവരെ ആശുപത്രിയിൽ വേണ്ടി വൈദ്യസഹായം നൽകുക എന്നുള്ളതാണ് അടിയന്തരമായി ചെയ്യേണ്ടത്. മറ്റ് അപായപ്പെട്ടവരെ അല്ലെങ്കിൽ വേറെ തരത്തിൽ ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇനിയും ലഭ്യമാകേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ആ മുണ്ടക്കൈയിലുള്ള മനുഷ്യരെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്കിപ്പോഴും ലഭിക്കുന്നത് അപൂർണമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്രത്തോളം അവിടെ കാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ട്, ആർക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട്, ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്, ആരെല്ലാം പരിക്കേറ്റ് വീടിനടിയിൽ കെട്ടിടത്തിനടിയിലൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കുന്നിടത്തോളം അവിടെ നിന്നും വന്ന ആളുകൾ അല്ലെങ്കിൽ ടെലിഫോണിൽ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞ ആളുകൾ തന്നെ അവിടെ തന്നെ പല ഭാഗങ്ങളിലായി ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. ചിലർ റിസോർട്ടിൽ കഴിയുന്നുണ്ട്, ചിലർ വീടുകളിൽ കഴിയുന്നുണ്ട്, പാടികളിൽ കഴിയുന്ന ആളുകളുണ്ട്. അങ്ങനെ വിവിധങ്ങളായ ആളുകൾ പരസ്പരം കമ്മ്യൂണിക്കേഷൻ, അവർ തമ്മിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ നടത്താൻ കഴിയുന്നില്ല. അതായത് അത്തരത്തിൽ അവരുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം എന്താണ്, ഏത് രീതിയിലാണ് അവരുടെ സിറ്റുവേഷൻ നമുക്ക് ഇപ്പോഴും പൂർണ്ണമായും നമുക്ക് വിവരങ്ങൾ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഇതെല്ലാം ഇവിടെ നിന്നും പോയ NDRF സംഘത്തിനോ അല്ലെങ്കിൽ നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ഒക്കെ നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ പോയവർക്കിടയിൽ നിന്നും അടിയന്തരമായി ഇപ്പോൾ പരിക്കേറ്റ ആളുകൾ, നമ്മളിപ്പോൾ അല്പം മുമ്പ് ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ അവർക്ക് രക്ഷപ്പെടുത്താൻ കഴിയുന്ന ആളുകളെ അടിയന്തരമായി പുറത്തെത്തിക്കുക എന്നുള്ള ദൗത്യമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്കും അവിടെ എന്താണ് യഥാർത്ഥം സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് നമ്മോട് പങ്കുവെക്കാൻ കഴിയാത്ത സാഹചര്യം. അതായത് ഷഹീദ്, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ ഒരു ഭാഗം കാണിക്കുന്നത് അവിടെ നിന്നുള്ള രക്ഷാപ്രവർത്തനമാണ്. മുണ്ടക്കൈ മേഖലയിൽ നിന്നുള്ള ആളുകളെ ഇവിടേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ആ മറുകരയിൽ ഒരുപാട് പേര് വന്ന് തങ്ങുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ? പക്ഷെ അങ്ങനെ അത്തരമൊരു ദൃശ്യങ്ങളല്ല നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. ഈ രക്ഷാപ്രവർത്തകർ, NDRF സംഘവും നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ഒക്കെ അവരെ പല ഭാഗങ്ങളിലായി കുടുങ്ങിയ ആളുകളെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് രക്ഷിക്കാൻ കഴിയുന്നവരെ രക്ഷപ്പെടുത്തി ഈ നദിയുടെ അങ്ങേതരം മുണ്ടക്കൈ ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ്. അവിടേക്കുള്ള റോഡ് വഴിയൊക്കെ അവിടെ പലതും തകർന്ന സാഹചര്യമുണ്ട്. പക്ഷേ എങ്കിൽ കൂടി അവർക്ക് സാധ്യമായ രീതിയിൽ അങ്ങോട്ട് കൊണ്ടുവരുന്നു. അതുവഴി അങ്ങനെ കൊണ്ടുവരുന്ന ആളുകളെ സെക്ടറിൽ റോപ്പ് വഴി ഇങ്ങേതരക്കേക്ക് ചൂരൽമലയിലേക്ക് മലഭാഗത്തേക്ക് ഈ അങ്ങാടിയിലേക്ക് എത്തിക്കുകയും അവിടെ നിന്നും അടിയന്തരമായി വൈദ്യസഹായത്തിന് വേണ്ടി ആംബുലൻസിൽ കൊണ്ടുപോവുകയുമാണ് ചെയ്യുന്നത്. നമ്മൾ വരുന്ന വഴിയൊക്കെ നിരന്തരമായി ആംബുലൻസുകൾ ഇങ്ങനെ തീറിപ്പായുന്നത് നമുക്ക് കാണാമായിരുന്നു. അങ്ങനെ ഒറ്റപ്പെട്ട ആളുകളെ അവിടെ നിന്നും മുണ്ടക്കൈ ഭാഗത്തു നിന്നും പുറത്തെത്തിച്ച് അവർക്ക് അടിയന്തരമായി വൈദ്യസഹായം എത്തിക്കുക എന്നുള്ളത്. പക്ഷെ അതിന് വേഗത ഈ ഒരു രക്ഷാപ്രവർത്തന ദൗത്യത്തിനുള്ള സംവിധാനത്തിന് അത്രയ വേഗതയിലെ അവരെ കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഓരോരുത്തരെ സമയമെടുത്താണ് ഓരോരുത്തരെയായി പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതിന് സമയമെടുക്കും. കാരണം അത്രത്തോളം പ്രതികൂലമാണ് സാഹചര്യം. ഷഹീദ്, ഇനി കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ഇരുൾ വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും, ഇരുട്ട് വീഴും. അതൊക്കെ വലിയ വെല്ലുവിളിയല്ലേ? തീർച്ചയായും അത് വെല്ലുവിളി തന്നെയാണ്. ആ വെല്ലുവിളിയെ ഏത് തരത്തിലാണ് മറികടക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് ഇനിയും അറിയേണ്ടതുണ്ട്. NDRF സംഘത്തിന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മെഡിക്കൽ സംഘം അങ്ങോട്ട് പോകാൻ വേണ്ടി തയ്യാറായി ഇവിടെ നദിയുടെ ഇക്കരക്ക് ചൂരൽമല ഭാഗത്ത് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. അവർക്കും റോപ്പ് വഴി വേണം പ്രൈമറി മെഡിക്കൽ എയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് കടക്കാൻ. പക്ഷേ അതിനിടയിലാണ് ഒരു പരിക്കേറ്റ ഒരാളുമായി അവിടുന്ന് അപ്പുറത്ത് മുണ്ടക്കൈ ഭാഗത്തു നിന്നും രക്ഷാപ്രവർത്തകർ എത്തിയത്. ആ പരിക്കേറ്റ ആളെയാണ് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പോൾ ഇവിടെ ശ്രമിക്കുന്നത് ഈ ചൂരൽമല ഭാഗത്തു നിന്നുള്ള രക്ഷാപ്രവർത്തകർ, ഫയർഫോഴ്സ് സംഘമുണ്ട്, അവരുടെ കൂടെ മെഡിക്കൽ സംഘവുമുണ്ട്. അതിൽപ്പെട്ട ആരെങ്കിലും അടിയന്തരമായ വൈദ്യസഹായ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളുമായി അങ്ങോട്ട് എത്തിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. പക്ഷെ അതെല്ലാം സൂചിപ്പിച്ചതുപോലെ സമയം വലിയൊരു പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയാണ്. ഈ വളരെ സാവകാശം എടുത്ത് മാത്രമേ സൂക്ഷ്മതയോടുകൂടി മാത്രമേ ഈ രക്ഷാപ്രവർത്തന ദൗത്യം നടത്താൻ കഴിയുകയുള്ളൂ. അതായത് ആ രീതിയിൽ പ്രതികൂലമായ സാഹചര്യം ഈ ഇന്നലെ രാത്രി ഉണ്ടായ വലിയ ഉരുൾപൊട്ടൽ ഈ പ്രദേശത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് സമയമെടുക്കും. പക്ഷെ ആ സമയമെടുക്കുമ്പോഴേക്കും ഈ അവിടെ കുടുങ്ങിക്കിടക്കുന്ന 100 കണക്കിന് ആളുകളുണ്ട്. അവർക്ക് കൃത്യമായ രീതിയിൽ സഹായം എത്തിക്കാൻ, അവരെ രക്ഷിക്കാൻ, പരിക്കേറ്റവർക്ക് വൈദ്യസഹായം നൽകാൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അത് നമുക്ക് അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രിമാർ ഇവിടെ എത്തും
ചില AK ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള 2-3 മന്ത്രിമാർ ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ അടുത്ത ഘട്ടത്തിലേക്ക് ഏത് രീതിയിൽ പോകാൻ കഴിയുമെന്ന് ഒരുപക്ഷെ അവർ വിശദീകരിക്കേണ്ടി വരും. പക്ഷേ എങ്ങനെ വിശദീകരിച്ചു കഴിഞ്ഞാലും ഈ അവിടെയുള്ള ഭൂമിയുടെ ഘടന, പുഴയും ഭൂമിയും യുടെയൊക്കെ ഘടനയുടെ പ്രതികൂലമായ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മാത്രമേ രക്ഷാപ്രവർത്തന ദൗത്യം പൂർത്തിയാക്കാൻ നടപ്പാക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അതൊരു പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ അവിടെ ഒരു പ്രവർത്തകർ ഒരു അംഗം, സേനാംഗം ഇപ്പോൾ റോപ്പ് വഴി അക്കരയ്ക്ക് മുണ്ടക്കൈ ഭാഗത്തേക്ക് കടക്കുകയാണ്. സ്ട്രക്ചർ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് എങ്കിലും ആളെ കിട്ടുകയാണ്. സ്ട്രക്ചർ വഴി ഇങ്ങോട്ട് എത്തിക്കാനുള്ള ശ്രമമാണ്. അങ്ങനെ വളരെ സമയമെടുത്ത് മാത്രമേ ഒരു കരയിൽ നിന്ന് മറ്റേ കരയിലേക്ക് റോപ്പ് വഴി ആളുകളെ കടത്തിവിടാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് സമയമെടുക്കുന്നതും ദുർഘടമാക്കുന്നതും പ്രതിസന്ധിയിലാക്കുന്നതും. സമയം വൈകുന്നതിനനുസരിച്ച് രക്ഷാപ്രവർത്തനത്തിന്റെ കൃത്യമായ രക്ഷാപ്രവർത്തനത്തിൽ ആളുകൾക്ക് എത്തിക്കാൻ കഴിയുമോ എന്നൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ മുന്നിലുള്ളത്. പക്ഷെ ആ പ്രതിസന്ധി മറികടക്കാൻ ഇനി എന്താണ് വഴി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിടത്തോളം സൈന്യമെത്തി അവിടെ കൃത്രിമ പാലം ഉണ്ടാക്കിയാൽ മാത്രമേ അതിവേഗത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇതുവരെ അതിനുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു പാലം ഉണ്ടെങ്കിൽ വളരെ വേഗത്തിൽ അവിടെ നിന്നുള്ള ആളുകളെ ഇങ്ങോട്ട് എത്തിക്കാനും മറ്റേതെങ്കിലും തരത്തിൽ വാഹന ഗതാഗതം ഇല്ലെങ്കിലും മനുഷ്യർക്ക് വളരെ എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുകയുള്ളൂ. നമ്മളിപ്പോൾ കാണുന്നുണ്ട് മറ്റൊരു സ്ട്രക്ചറിൽ പരിക്കേറ്റ ഒരാളെ വീണ്ടും മുണ്ടക്കൈ ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ്. നദിക്കരയിലേക്ക് കൊണ്ടുവരുന്നത്. ആ പരിക്കേറ്റ ആളെ റോപ്പ് വഴി ഇപ്പുറത്തേക്ക് ചുരൽമലയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമായിരിക്കും ഇനി നടത്തുക. അങ്ങനെ ഓരോരുത്തരെയായി കണ്ടെത്തി അവരെ സ്ട്രക്ചറിലെത്തി പരിക്കേറ്റ ഒരാളെ വീണ്ടും മുണ്ടക്കൈ ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ്. നദിക്കരയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ പരിക്കേറ്റ ആളെ റോപ്പ് വഴി ഇപ്പുറത്തേക്ക് ചുരൽമലയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമായിരിക്കും ഇനി നടത്തുക. അങ്ങനെ ഓരോരുത്തരെയായി കണ്ടെത്തി അവരെ സ്ട്രക്ചറിലെത്തി സുരക്ഷിതമായി റോപ്പിൽ കെട്ടി ഇക്കരയിൽ എത്തിക്കണം. അതിനുള്ള സമയമെടുക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രത്തോളം ആളുകളെ അക്കരയിലേക്ക് റോപ്പ് വഴി എത്തിക്കാനും കഴിയേണ്ടതുണ്ട്. അതൊന്നും പരിമിതമായ ആളുകൾ മാത്രമേ ഇപ്പോൾ മുണ്ടക്കൈ ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തനത്തിനായി എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അതൊക്കെ പ്രതിസന്ധിയാണ്.